അടുത്ത ടോപ്പിക്ക് നെസ്റ്റഡ് ലിസ്റ്റാണ്. ഒരു ലിസ്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ലിസ്റ്റിനെ ഉൾപ്പെടുത്തുന്നതാണ് നെസ്റ്റഡ് ലിസ്റ്റ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ കൊടുക്കണമെന്ന് നോക്കാം. HTML ഹെഡ്, ടൈറ്റിൽ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി കൊടുത്തു, ബോഡി BG കളറൊക്കെ. അത് കഴിഞ്ഞ് അതിൽ H2 അലൈൻമെൻറ്റ്, നമുക്ക് ഇഷ്ടമുള്ള ഹെഡിങ് സൈസും അതൊക്കെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇൻപുട്ട് ഡിവൈസസ്, ഫസ്റ്റ് ലിസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻപുട്ട് ഡിവൈസസ് ആണ് ഫസ്റ്റ് ഹെഡിങ്. അതിൽ നമുക്ക് കീബോർഡ്, മൗസ്, സ്കാനർ ഇത് 3 കൊടുത്തു. അപ്പോൾ 1 എന്ന് പറഞ്ഞിട്ട് ഇത് 3 പ്രിൻ്റ് ആവും. അത് കഴിഞ്ഞ് അടുത്ത ലിസ്റ്റിൽ 2 നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കൊടുത്തത്. ഔട്ട്പുട്ട് ഡിവൈസസിൽ നമുക്ക് അവിടെ എന്തൊക്കെയാണ് വരണമെന്ന് വെച്ചാൽ, അപ്പോൾ അവിടെ ആ 2-നകത്ത് നമ്മളിവിടെ സ്ക്വയർ ഷേപ്പിലാണ് വരിക. ഇവിടെ നമ്മൾ UL-ന് ടൈപ്പ് ഒന്നും കൊടുത്തിട്ടില്ല, അപ്പോൾ ഡിഫോൾട്ടായിട്ടുള്ള ഡിസ്ക് ഷേപ്പിലാണ് ഇത് പ്രിൻ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ സ്ക്വയർന്ന് കൊടുത്തത് കൊണ്ട് സ്ക്വയർ ഷേപ്പ് വരും ആ ലിസ്റ്റിൽ. എന്നിട്ട് പ്രിൻ്ററും അതുമാതിരി മോണിറ്ററും സ്പീക്കറും അതിലാണ്, ആ സിമ്പലോട് കൂടിയിട്ടാണ് പ്രിൻ്റായി വരുന്നത്. സെക്കൻഡ് ഹെഡിങ് ആയിട്ടാണ് വരിക ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട്, അതിൻ്റെ താഴെയാണ് ഇത് വരിക. അത് കഴിഞ്ഞ് മൂന്നാമത്തത് UL ടൈപ്പ് ഈക്വൽ ടു സർക്കിളാണ്, മെമ്മറി ഡിവൈസാണ്. അപ്പോൾ 3 നമ്പർ 3 എന്ന് പറഞ്ഞിട്ട് മെമ്മറി ഡിവൈസസ് എന്ന് വരും. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്ത് സർക്കിൾ ഷേപ്പ് ഇട്ടിട്ടാണ് വരിക, ഹാർഡ് ഡിസ്ക്, CD-ROM. അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റല്ല, നെസ്റ്റഡ് ലിസ്റ്റ്, ഒന്നിൽ കൂടുതൽ ലിസ്റ്റുകൾ. അതായത് ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ഉണ്ട്, അതേപോലെ ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ട്, അതുപോലെ മെമ്മറി ഡിവൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലിസ്റ്റ് അല്ല, അതിലധികമായിട്ട് ലിസ്റ്റിൻ്റെ ഉള്ളിൽ ലിസ്റ്റ്, അങ്ങനെ നമുക്ക് പ്രിൻ്റ് ചെയ്യിക്കാൻ സാധിക്കുന്നു. ഇതാണ് നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, നമുക്ക് OL ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേമാതിരി LI ടാഗ് യൂസ് ചെയ്തിട്ടുണ്ട്, UL ടാഗും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് പിന്നെ അൺഓർഡേർഡ് ലിസ്റ്റ്, ഈ 2 നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു നെസ്റ്റഡ് ലിസ്റ്റിനെ ഉണ്ടാക്കാം. അപ്പോൾ നെസ്റ്റഡ് ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഡിസ്പ്ലേയിൽ കാണുന്ന സമയത്താണ് നമുക്കറിയാൻ പറ്റുന്നത്. ഓർഡേർഡ് ലിസ്റ്റ് കൊടുത്തത് കൊണ്ട് ഡിഫോൾട്ടായിട്ട് 1 2 3 എന്ന് വരുന്നു. അത് കഴിഞ്ഞ് അൺഓർഡേർഡ് ലിസ്റ്റ് കൊടുത്തത് കൊണ്ട് നമുക്കവിടെ സിമ്പിൾസായിട്ട് ചിഹ്നങ്ങൾ ഇട്ടിട്ടാണ് അത് ഡിസ്പ്ലേയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചിഹ്നത്തിന് പ്രത്യേകമായിട്ട് ടൈപ്പ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ചിഹ്നമാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ സ്ക്വയർന്ന് കൊടുത്തത് കൊണ്ട് സ്ക്വയർ ഷേപ്പിലാണ് ആ ലിസ്റ്റ് പ്രിൻ്റായി വരിക. ഇവിടെ സർക്കിൾ എന്ന് കൊടുത്തത് കൊണ്ട് സർക്കിൾ ഷേപ്പിലാണ് ആ ലിസ്റ്റ് പ്രിൻ്റായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കിവിടെ 3 ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്, അതുകൊണ്ടാണ് ഈ 3 തരവും നമുക്കതിൽ കാണാൻ സാധിക്കും. നമ്പറിങ് കൊടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇഷ്ടമുള്ള, ഇപ്പോൾ ഇവിടെ നമ്പറിങ്ങിൽ നമ്മളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് 1 2 3 എന്നുള്ള ലിസ്റ്റിങ്ങിലാണ് വരിക. നമുക്ക് അങ്ങനെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇപ്പോൾ റോമൻ ലെറ്റർ വേണോ, ക്യാപിറ്റൽ ലെറ്റർ വേണോ, ഏത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ അതനുസരിച്ചായിരിക്കും നമ്മുടെ വെബ് പേജ് അപ്പിയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെബ് പേജിൽ മാറ്റങ്ങൾ വരുത്താം.